എന്താ ഇപ്പോ ടി വി നോക്കാനാണ് വന്നത്? നമ്മളെ എടവണ്ണപ്പാറ സിഗ്മയിലാണല്ലോ, എന്താ വന്ന്? എടവണ്ണപ്പാറ സിഗ്മയിലൊന്ന് വന്നതാണ്. അപ്പം പിന്നെ കളിയൊക്കെ കഴിയാനായിന്ന്. എന്നാലും ഒരു ടി വി നമുക്ക് ഇനി ആവശ്യമാണ്. അതെ, കാരണം കളിയൊക്കെ വരുന്ന സമയത്തെ ഈ കളി ഇപ്പൊ കഴിയാനായി, ഇനി കളി കളി വരാൻ പോകുന്നുണ്ട്. അമേരിക്ക സിഗ്മ പറയുമ്പോ മുമ്പ് ഈ ടി വി ഒക്കെ ഇല്ലാത്ത കാലത്തെ ഒരു 300 റുപ്യ അടവിനൊക്കെ കൊടുത്താണ്ട് ടി വി കൊടുത്തു, ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. അത് പണ്ട് കാലത്ത്. അതെ അതെ അതെ, പണ്ട് ടി വി ഇല്ലാത്ത കാലത്ത് ഒറ്റപ്പെട്ട വീട്ടിലാണെങ്കിൽ ടിവിന്റെ കൂടെ. അതെ അതെ അതെ, അവിടെ ആ സമയത്തൊക്കെ ശരിക്കും ഒരു ടിവിയുടെ ഒരു വലിയ പ്രചരണം തന്നെ ഇവര് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 350 റുപ്യ പിന്നെ എന്തോ ഒരു അടവൊക്കെ കൊടുത്ത് ടി വി വാങ്ങണേ. അവിടെ സിഗ്മയിലുണ്ട്, എടവണ്ണപ്പാറ സിഗ്മ. അപ്പൊ അവിടെ ഒരു ഇപ്പം കളി തീരാനാവുമ്പോ ഇപ്പൊ പറഞ്ഞ മാതിരി ആ ചരിത്രമൊക്കെ ഉള്ള കടല്ലേ. അതെ അതെ അതെ, 25 വർഷത്തിലേറെ ആയി പോലും ഇവിടെ എടവണ്ണപ്പാറ, പ്രത്യേകിച്ചും കസ്റ്റമർ പോലെ ഏറ്റെടുത്തത് കൊണ്ടാണല്ലോ അത്ര കാലമൊൽക്ക് ഇപ്പോൾ അരീക്കോട് മഞ്ചേരി വിപുലമായ സ്ഥാപനമായിട്ട് മാറിയണോല്. അവ ഏതായാലും പിന്നെ പല സ്ഥലത്ത് വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു ടി വി മാത്രമല്ല, ഫ്രിഡ്ജ്, AC, ഇലക്ട്രോണിക്സ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കളിയിലേക്ക് വരാം. പിന്നെ ഇന്നിപ്പോ അർജന്റീനയും സ്വിറ്റ്സർലാൻഡും ആയിട്ടുള്ള ഒരു വലിയ മത്സരം നടക്കുന്നത്. എന്താണ് ഒരു വിലയിരുത്തൽ, എന്താവും? അർജന്റീന ഇപ്പം ഫോമിലല്ല, എന്നാലും ഇതുവരെ കളിച്ച ഈജിപ്തിനോടൊക്കെ നൂൽപാലത്തിന് രക്ഷപ്പെട്ടതാണ്. അപ്പൊ കമ്പറ്റീവ് പല ആൾക്കാരും പലതും പറഞ്ഞിനി. അപ്പൊ ഇത് ഇപ്പോ ഒരു പിന്നെ സ്വിറ്റ്സർലാൻഡിന്റെ എതിരാളികള് യൂറോപ്പിൽ നിന്ന് വരുന്ന ടീമാണ് സ്വിറ്റ്സർലാൻഡ്. ഒരു നല്ല പ്രതിരോധം കാഴ്ചവെക്കുന്ന ടീമാണ് സ്വിറ്റ്സർലാൻഡ്. മുറാട്ടി അഗൈനുണ്ട്, അതേമാതിരി പിന്നെ ഗ്രഗർ കൂപ്പലയുണ്ട്, മാനുൽ അഗാജി ഉണ്ട്, നിക്കോ എൽവഡി ഉണ്ട്, റിക്കാർഡോ റോഡിഗ്രസ് ഉണ്ട്, സിൽവൻ വിഡ്നർ ഉണ്ട്, അർഡൻ ജസാരി ഉണ്ട്, നെംബോളയുണ്ട്. സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിന്റെ ശക്തമായ ടീമാണ്. പ്രതിരോധം ശക്തമായ കളിക്കുന്നൊരു ടീമാണ് സ്വിറ്റ്സർലാൻഡ്. കൗണ്ടർ അറ്റാക്കിംഗ് ആയിരുന്നു നടത്തുക. പക്ഷെ അർജന്റീന ഇതുവരെ ഒരു ഫോമല്ല. പക്ഷെ ഈജിപ്തിന് അവസാനം കളിച്ച് ഒരു 15 മിനിറ്റ് വല്ലാത്ത കളിയാ. ആ കളി ഒരു ഫസ്റ്റിൽ എടുക്കില്ല. ഫസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിനെ മറികടക്കാം. പക്ഷേ അവിടെ പിന്നെ നിക്കോ പാസ് എന്ന് പറഞ്ഞ കളിക്കാരനെ സ്കലോണി അവിടെ ഉൾപ്പെടുത്തില്ല. ഞാൻ എന്താ അറിയില്ല. പക്ഷേ ഡിഫൻസ് അത്ര പോരാ. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശക്തമായ ഡിഫൻസ്, ഇനി ഡിഫൻസ് കുറച്ച് ദുർബലാണ് കാണുന്നത്. പക്ഷെ ഇന്ന് മാറ്റം വരുത്തുമെന്നുള്ളത് കണ്ടറിയാം. സ്കലോണി നല്ല അറ്റാക്കിങ് അവസാന നിമിഷം ഈജിപ്തിനെതിരെ ശക്തമായ അറ്റാക്കിങ് നടത്തുന്നു. പക്ഷെ സ്വിറ്റ്സർലാൻഡ് പ്രതിരോധം ഭയങ്കര പ്രതിരോധം. ആദ്യം ഒരു ഗോൾ അടിച്ചാൽ തിരിച്ചടിക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും അർജന്റീന. എന്നാലും മെസ്സി ഉള്ളിടത്തോളം കുറഞ്ഞൊരു കേപ്പ് കിട്ടിയാൽ മതിയല്ലോ. ആ കേപ്പ് കിട്ടിയാൽ കേപ്പിൻ്റെ ഉള്ളിൽ അടിക്കുന്ന കളിക്കാരാണ് മെസ്സി. അപ്പോൾ സ്വിറ്റ്സർലാൻഡിന് മറികടക്കും എന്നാണ് പ്രതീക്ഷ. സെമി ഫൈനലിൽ കടക്കും എന്നാണ് പ്രതീക്ഷ.